ജീസസ് യൂത്തിൻ്റെ പ്രോ ലൈഫ് എക്സിബിഷൻ എഡിറ്റ് ചെയ്യണേ. ഇത് 1 മന്തുള്ള ബേബിയാണ്. അപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ 1 മന്താണെങ്കിലും ഇവിടെ 8 മന്ത്സ് ഉണ്ട്, 7 മന്ത്സ് ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഏത് മന്താണെങ്കിലും അതൊരു ജീവനാണ്. അതിനുള്ള ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്നൊരു എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. ഇത് വല്ലാർപാടത്ത് ജീസസ് യൂത്ത് കുട്ടികളാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു മിനിസ്ട്രി ഉണ്ട്, അവരാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ എയിം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അബോർഷന് എതിരായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അബോർഷൻ മാത്രമല്ല, ജീവനെതിരായിട്ടുള്ള എല്ലാ പാപവും അതിന് എതിരെ ഒരു അവയർനെസ് പ്രത്യേകമായിട്ട് യൂത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പം 2024 തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമായി. ഈ 4 മാസം കൊണ്ട് 16 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളാണ് ഇവിടെ അബോർഷൻ ഇരയായത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾക്ക് തന്നെ ഒരു ഹൊറർ പോലെയാണ്. മാത്രമല്ല, അബോർഷൻ ചെയ്യുന്ന രീതികൾ മിക്കവർക്കും അറിയില്ല. എല്ലാവർക്കും ഒരു ഡിലൂഷനാണ്. അതായത് ഒരു പില്ല് കഴിക്കുന്നു, കുഞ്ഞിനെ ആവിയായി പോകുന്നു, അങ്ങനെയൊന്നുമല്ല. കുഞ്ഞിനെ ശരിക്കും ഇപ്പം 1 to 3 months ഒക്കെ വരെ ഒരു പില്ലെടുത്ത് കഴിയുമ്പോഴത്തേനും അമ്മയുടെ വയറ്റിനകത്ത് കിടന്നിട്ട് പട്ടിണി കിടന്നിട്ട് മരിക്കും. അങ്ങനെയാണ്. പട്ടിണി കിടന്ന അമ്മയുടെ ന്യൂട്രിയൻസ് ഒന്നും കുഞ്ഞിന് കിട്ടത്തില്ല ആ സമയത്ത്. അങ്ങനെ മരിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയുവാണ്. അതൊക്കെ ശരിക്കും നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളാരും അവരോട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ടും സക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വാക്യൂം ക്ലീനർ പോലെ ഭയങ്കര ഫോഴ്സിലുള്ളൊരു മെഷീൻ വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഫസ്റ്റ് കൈ, കാല് ഓരോരോ പാർട്സായിട്ട് പീസാക്കി വലിച്ചെടുക്കുകയാണ് വയറ്റിനകത്ത് വെച്ച് തന്നെ. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് നടക്കുന്നതെന്നും കൂടി അറിയുമ്പോഴത്തേനും അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ പിള്ളേരൊക്കെയാണ് അബോർഷൻ കൂടുതലായിട്ടും ചെയ്യുന്നത്, വലിയവരെക്കാളും അധികമായിട്ട്. അപ്പോൾ അവർക്കും അറിയില്ല ഇവരെന്താ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവൻ ഇവർ ഒരു ഗിൽറ്റ് വെച്ചിട്ട് നടക്കണം. അതും വേറൊരു വശമാണ് ഇതിൻ്റെ. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കുക. എനിക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. Thank you so much. Thank you so good. Thank you. We will also create an awareness. We will also create an awareness. No to abortion. ഇതെല്ലാം ഒറിജിനൽ റിയലാണിതല്ല, ഒറിജിനലാണിതല്ല. നമ്മ ഒരു അമ്മ വയറ്റിലെ ഇത് இந்த அளவில் சின்ன ஒரு மனிதன் தான் இருக்கு. ഇതിനെ കൊല പണ്ണെന്ന ഒരു ആളെ കൊല പണ്ണ ഒരു ഡിഫറൻസ് ഇല്ല. ஆனால் அது ஆளுங்களுக்கு அவ்வளோ தெரியாது. அதான் ஒரு വലിയ, ഞാൻ മുന്നേറി சொல்லலை, ഒരു பெரும் പാവം പണ്ണെന്നാ അത് ഒരു അവയർനെസ് ഇല്ല. അതാണ് പാവം தான் പണ്ണുന്നതെന്ന് ഒരു അവയർനെസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഇത് പാരുങ്ങ, ഇത് എത്ര ഏജ്, ഏതാണ് മാസം? ഇത് എത്ര മാസം? 6 months ആണ് അല്ല, 6 മാസം ആകണത്. இந்த அளவுக்கு இருக்கு ആള് ഒരു ഫുൾ ഒരു ഇന്ത്യൻ അല്ല എന്നാ ഒരു നമ്മ ഒരാൾക്ക് என்னன்னா പാർട്സ് ഇതെല്ലാം ഉണ്ട്. അതെല്ലാമേ എടുത്തത് ഒരു ഫുൾ മാനാണ്. മനസ്സിലായില്ല? അതോടെ ഇത് வந்து 5 months தெரியுமா? 5 months ஆகும். இது எவ்வளோ? இது 4 months. பாருங்க, 4 months. 4 மாதம் ஆகும்போதே இந்த அளவுக்கு ஒரு ஃபுல் ஆளாக மாறிடும். அந்த அளவுக்கு ஒரு ஆளை கொல்லണത് நம்ம கொல்ல மாதிரி. சரி, அதனால தான் நம்ம சபை இது செய்யக்கூடாது.